അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാളെ നടക്കുന്ന 7ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹിൻ്റെ പൊതുപരീക്ഷയുടെ മോഡൽ ചോദ്യ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തത് നോമ്പിൻ്റെ ഫർളുകൾ. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തുള്ളത് വായിക്കാം. 8 ജുഹ്ഫ, 3 2 മക്ക ത്വാഹിർ. ഒന്നാമത്തെ ചോദ്യം നോമ്പിൻ്റെ ഫർളുകൾ എത്രയാണ്? 2 ആണ്. 2 സക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ 3 ആണ്. മൂന്നാമത്തത് തവാഫിൻ്റെ ഷർത്തുകൾ 8. 4 8 കാലിയുടെ വല ത്വാഹിർ. 5 മഗ്രിബ് ഭാഗത്ത് നിന്ന് വരുന്നവരുടെ മീഖാത്ത് ജുഹ്ഫ. 6 മക്കയിലുള്ളവരുടെ ഹജ്ജിൻ്റെ മീഖാത്ത് മക്ക തന്നെയാണ്. ഓക്കെ, ഓരോന്നിനും 2 മാർക്കാണ്. രണ്ടാമത്തത് ശരി അടയാളപ്പെടുത്താം എന്നതാണ്. അതിലൊന്ന് തയമ്മുമിൻ്റെ ഫർളുകൾ 6 ആണ്. 2 സ്വർണത്തിൻ്റെ കണക്ക് 85 ഗ്രാം. 3 2 മർഹല ഡേഷ് കിലോമീറ്റർ 133 കിലോമീറ്റർ. 4 ഹജ്ജിൻ്റെ സുന്നത്ത് തൽബിയത്ത്. 5 ഹിജ്റ എവിടെയാണ്? മക്കയിലാണ്. 6 മുഹല്ലലായ നജ്സ് പന്നി. മൂന്നാമത്തത് വിധി എഴുതാനാണ്. അതിലൊന്ന് ഫർളായ നോമ്പിന് രാത്രി നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. 2 സ്ത്രീകൾ തലമുടി കളയൽ കറാഹത്താണ്. 3 ഇഹ്റാം ചെയ്ത ശേഷം സുഗന്ധം ഉപയോഗിക്കൽ ഹറാമാണ്. 4 അത്താഴം കഴിക്കൽ സുന്നത്താണ്. 5 ഫിത്ർ സക്കാത്ത് വാജിബാണ്. നാലാമത്തത് ഉത്തരം എഴുതാമെന്നതാണ്. അതിലൊന്ന് ലഹരി ദ്രാവകങ്ങൾ ശുദ്ധിയാകും എങ്ങനെ? സ്വയം സുർക്കയാവൽ കൊണ്ട് ലിറ്ററാണ്. 2 ഒരു സ്വാങ് എത്ര ലിറ്ററാണ്? 3 200 ലിറ്റർ. 3 5 ഒട്ടകത്തിൽ കൊടുക്കൽ വാജിബായത് 1 ആട്. 4 ഒരു മീഖാത്തിനോട് നേരിടുന്നില്ലെങ്കിൽ എവിടെ വെച്ച് ഇഹ്റാം ചെയ്യണം? ഉത്തരം മക്കയുടെ 2 മർഹലക്കപ്പുറമുള്ള സ്ഥലത്ത് വെച്ച് ഇഹ്റാം ചെയ്യണം. 5 തയമ്മുമിൻ്റെ ഷർത്തുകളിൽ നിന്ന് 2 ഉത്തരം ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണായിരിക്കുക. തയമ്മുമിൻ്റെ മുമ്പ് ശരീരത്തിലെ നജസ് നീക്കുക. 6 മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്നത് ആർക്കാണ്? നവമുസ്ലിങ്ങൾക്ക് അഥവാ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾക്കാണ് മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്നത്. 7 ഇഅ്തികാഫ് എന്നാൽ എന്ത്? ഉത്തരം നിസ്കാരത്തിൻ്റെ തുമഇനീനത്തിനേക്കാൾ കൂടുതൽ സമയം നിയത്തോടു കൂടി പള്ളിയിൽ താമസിക്കലാണ് ഇഅ്തികാഫ്. 8 ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം വാജിബുള്ള അമൽ ഏതാണ്? അത് ഹജ്ജും ഉംറയുമാണ്. 5-മത്തത് പൂർത്തിയാക്കാം എന്നതാണ്. അതിലൊന്ന് നോമ്പിൻ്റെ നിയ്യത്താണ് ചോദിച്ചിട്ടുള്ളത് പൂരിപ്പിക്കാൻ. നവൈതു സോമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദി സനത്തി ലില്ലാഹി തആല. 2 മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി. ആരെങ്കിലും ഹജ്ജ് ചെയ്തിട്ട് എന്നെ സന്ദർശിച്ചില്ലെങ്കിൽ അവൻ എന്നോട് പിണങ്ങിയവനാണ്. 3 ഫമൻ ഷഹിദ മിൻകുമു ഷഹറ ഫൽ യസുംഹു. നോമ്പ് നോറ്റുകൊള്ളട്ടെ. 6-മത്തത് വ്യക്തമാക്കാനാണ്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയേണ്ടത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ജീവനോടെ ഉണ്ടെന്നും സൃഷ്ടികളുടെ രഹസ്യ പരസ്യങ്ങൾ അള്ളാഹുവിൻ്റെ സഹായത്താൽ അറിയുന്നുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാണ് സലാം പറയേണ്ടത്. 2 ഖിറാന്. എന്താണ് ഖിറാന്? ഹജ്ജിനും ഉംറക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്ത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നതാണ് ഖിറാന്. 3 തയമ്മുമ്. ചില നിബന്ധനകളോട് കൂടി മുഖത്തിലേക്കും 2 കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മുമ്. 4 വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ. ജനാബത്ത്, ഹൈള്, നിഫാസ്, വിലാദത്ത്, ഷഹീദല്ലാത്ത മുസ്ലിമിൻ്റെ മരണം. 5 മുഖഫഫായ നജസ് അഥവാ ലഘുവായത്. 2 വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫായ നജസ്. ഓക്കെ, എല്ലാവരും വളരെ നല്ല രീതിയിൽ പഠിക്കുക. നല്ല ടോപ്പ് പ്ലസ് ലഭിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.